വയനാട്ടിലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കൽപ്പറ്റയുള്ള രാവിലെ 9:15 ഒരു മൈസൂർ വണ്ടി കിട്ടിയേ KSRTC അതിനാണ് കേട്ടോ പോകുന്നത്. ചുരം വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 8ാം വളവിലൊക്കെ മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഗതാഗത നിയന്ത്രണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എപ്പോഴാണ് എത്തുക എന്നുള്ള വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറിനാണേ പോയത്. 93 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ്. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ വരെ. പണ്ടത്തെ KSRTC ടിക്കറ്റ് ഓർമ്മയുണ്ടോ? ഒരു പേപ്പറിൻ്റെ അങ്ങനെ ഒരു 10:30 ആയപ്പോൾ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ടേ. നല്ല ബ്ലോക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 6ഉം 7ഉം 8ഉം ഈ 3 വളവുകളാണ് പ്രശ്നക്കാർ. 6ാം വളവാണ് ഏറ്റവും പ്രശ്നക്കാരൻ. കണ്ടില്ലേ, ചെറിയൊരു ബ്ലോക്ക് ഉണ്ടേ. അത് കണ്ടോ, കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞിട്ടുള്ള ആ പള്ളി. ഞാൻ എൻ്റെ വീഡിയോയിലുണ്ട്, എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരാണ് കേട്ടോ ആ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഒരു ബ്ലോക്കൊന്നും അല്ലായിരുന്നു കേട്ടോ. അതാ KSRTC വളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അത്രേ ഉണ്ടായിരുന്നല്ലേ. കണ്ടോ, പോലീസുകാരൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 8ാം വളവിൽ എത്തിയിട്ടുണ്ടേ. അവിടെ മരം മുറിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പം അവിടെ ഉള്ളത്. മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. ഇനി അത് ക്രെയിൻ ഉപയോഗിച്ചിട്ട് ലോറി കയറ്റി കൊണ്ടുപോവുകയാണേ. പേപ്പറിലൊക്കെ നല്ലോണം പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗതാഗത നിയന്ത്രണം ഉണ്ടെന്ന്. അതുകൊണ്ടായിരിക്കണം നമ്മൾക്ക് ഇന്ന് അധികം വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ ചുരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്. കൂടുതൽ വണ്ടികളും കുറ്റ്യാടി ചുരം വഴി തിരിച്ചു വിടുകയാണെന്ന് തോന്നുന്നു. പിന്നെ പേപ്പറിലൊക്കെ വായിച്ചവർ ആ വഴി മനഃപൂർവ്വം പോകുന്നുണ്ടാവും. ഇത് ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടി എടുത്തുകൊണ്ടാണ് ഇങ്ങനെയായത്. ബാക്കിയൊക്കെ സാധാ ലോങ് വീഡിയോൻ്റെ റേഷ്യോ തന്നെയാണ് കേട്ടോ. വയനാട് ചുരത്തിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതും എൻ്റെ ചാനലിലുണ്ടേ. ഒരു ചുരം കയറുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അന്ന് മണ്ണിടിഞ്ഞത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എത്രയേ കാണാൻ പറ്റുള്ളൂ, KSRTCയിലായതുകൊണ്ട്. ഇനി ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടേ. ഇത് കണ്ടോ, ഈ സൈഡിൽ വലതുവശത്ത് കണ്ടോ, ഇതെല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ടതാണ്. താഴേന്ന് മുകളിലേക്ക് നോക്കിയാൽ ഭയങ്കര പേടിയാവും കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും ഇവിടെ ഈ വ്യൂ പോയിന്റിൽ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം എല്ലാവരും പെട്ടെന്ന് മറക്കുമല്ലോ. ആ സമയത്ത് ഇവിടെ നിൽക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. ഇപ്പം ചെറുതായിട്ട് ആളുകളൊക്കെ ഉണ്ടേ. അങ്ങനെ നമ്മൾ ചുരം കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ പ്രാവശ്യം ഒമിറ്റ് ചെയ്യും കേട്ടോ കുഞ്ഞു. അങ്ങനെ ഒമിറ്റ് ചെയ്ത് ക്ഷീണമായിട്ട് ഇപ്പോഴാണ് അവൾ ഉറങ്ങുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാനും ആയി കേട്ടോ. 11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കൽപ്പറ്റ എത്തിയിട്ടുണ്ടേ. ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എത്താനും പറ്റി. സുഖമായി ഛർദ്ദിച്ച് ഇവിടെ എത്തി. ശരിക്കും നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകണ്ട കേട്ടോ. ഇവിടെയുള്ള ഈ ജംഗ്ഷൻ്റെ ഇവിടുന്ന് ബൈപ്പാസിലേക്ക് കയറുന്ന ആ റോഡില്ലേ, അതാ കാണുന്നേ, അവിടെയാണ് ഫ്ലവർ ഷോ. പക്ഷേ ഈ ബസ് ഇവിടെ നിർത്താത്തത് കൊണ്ട് നമ്മൾ സ്റ്റാൻഡിൽ തന്നെ പോയി ഇറങ്ങണേ. അതുമാത്രമല്ല നമുക്കൊരു ചായയൊക്കെ കുടിക്കണം. എന്നിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറിയിട്ട് എങ്ങാനും ഇങ്ങോട്ട് വരാം. അങ്ങനെയായിരുന്നു പ്ലാൻ. നമ്മളെ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പോവാ കേട്ടോ. നല്ല ബസ്സാണേ ഇത്. താഴേന്ന് 9:15 കോഴിക്കോട് നിന്ന് എടുത്തത്. ഇത് താഴെ തെക്ക് ഭാഗത്തുനിന്ന് എവിടുന്നോ വരുന്ന ബസ്സാണേ. കറക്റ്റ് ടൈമിംഗ് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ബസ് ഇറങ്ങിയിട്ട് ഒരു ചായക്കട ഞാൻ ബസ്സിനെ കണ്ടുവച്ചിരുന്നേ. അവിടേക്കാട്ടോ നടക്കുന്നത്. അവിടെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉണ്ട്. അതുകൊണ്ട് ചായ കുടിക്കുന്നു, ഓട്ടോയിൽ കയറുന്നു. ഒരു ചായയും പരിപ്പുവടയും ഉഴുന്നുവടയും. നല്ല ക്രിസ്പി കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് തന്നെ തണുത്തു പോയി ചായ. ഞാൻ ഉഴുന്നുവട കഴിക്കുമ്പോഴത്തേക്ക് ചായ തണുത്തു പോയേ. നല്ല തണുപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയാട്ടോ, അല്ലാതെ കിടുകിടാ വിറക്കിയല്ല. കോഴിക്കോടിനെ അപേക്ഷിച്ച് ഇവിടെ തണുപ്പാണേ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലേ പോട്ടെ, 15 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവള് നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്ക് കയറാൻ പോവാണേ. ഓട്ടോ കയറിയപ്പോൾ തന്നെ ചേട്ടൻ സംശയം പറഞ്ഞ് 2 മണി മുതലാണോ ഫ്ലവർ ഷോ എന്നൊരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ നടന്നു പോയിട്ട് നോക്കി നോക്ക്, വെറുതെ ഓട്ടോ വേണ്ട, ഇവിടുന്ന് നടന്നാൽ പോരെയെന്ന്. അപ്പോൾ ഇവള് നടക്കൂല എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഓട്ടോ ചേട്ടൻ പറഞ്ഞ് ശരി കയറി, ഞാൻ കൊണ്ടുപോയിട്ട് ഇനി 2 മണിക്കാണെങ്കിൽ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ കൂടെ പോവുക കേട്ടോ. അവിടെ എത്തിയപ്പോൾ കറക്റ്റാണ് 2 മണി മുതലാണ് ഷോ തുടങ്ങുള്ളൂ. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ. അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ 10 വരെ കേട്ടോ. ഇവിടുന്ന് ഇത്രയേ ഉള്ളൂ, കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ. അവിടുന്ന് കാണുന്ന ഇവിടെയാണ് ഫ്ലവർ ഷോ. ഞങ്ങളെപ്പോലെ തന്നെ സമയം അറിയാതെ വന്ന കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് രാവിലെ തുടങ്ങിക്കൂടെ എന്നൊക്കെ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും പറ്റില്ല, 11:30 ആയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഏതായാലും തിരിച്ചു പോകാന്ന് വിചാരിച്ചിട്ട് ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു കയറി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നമുക്ക് നഷ്ടക്കച്ചവടമായിരുന്നു കേട്ടോ.
അവിടെ പോയി വന്നതേ കുഞ്ഞുവിന് ഐസ്ക്രീം വേണം. ആ ഐസ്ക്രീം വാങ്ങി കൊടുത്തതിന്റെ പാരിതോഷികമായിട്ട് അവിടെ കണ്ടോ നെസ്റ്റോ, നമ്മൾക്ക് 2 മണി വരെ നെസ്റ്റോയിൽ ചെലവഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ നെസ്റ്റോയിലേക്ക് കൊണ്ടുപോകാൻ പോവാണേ. വയനാട്ടിലുള്ള ഈ നെസ്റ്റോയിൽ വന്നിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ഇവിടെ വരാനുള്ള ഒരു അവസരവും കൂടിയായി ഇത്. ഇതൊരു വലിയ നെസ്റ്റോ തന്നെയാണ്. 2-3 നില എന്തോ ഉണ്ട് തോന്നുന്നു. അതാണ് ഫുഡ് കോർട്ട്. രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും ഫുഡ് കോർട്ടിലേക്കൊന്നും അധികം ആൾക്കാരൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഇതിന്റെ ഫുഡ് കോർട്ടിന്റെയും താഴെയും ഇടയിൽ ഒരു ഫ്ലോർ ഉണ്ട്. നമ്മൾ ആ ഫ്ലോറിലും കൂടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ്. എന്തൊക്കെയോ വാങ്ങുന്ന പോലെ അഭിനയിച്ചിട്ടേ സമയം പോക്കണ്ടേ. എങ്ങനെയൊക്കെയോ നോക്കി നോക്കി 1 മണിക്കൂർ കളഞ്ഞു കേട്ടോ. 1:05 12 മണിക്ക് വന്നേ അവിടെ. ഒരു അന്തവും കുന്തവും ഇല്ലാതെ നടക്കുമ്പോഴാണ് ഈ വാച്ചുകൾ കാണുന്നത്. അപ്പം എനിക്കൊരു വാച്ച് വേണം തന്നെ മനസ്സിൽ. പൈസ നോക്കുമ്പോൾ പൈസയും കുറവാട്ടോ. കമ്പനി വാച്ചൊന്നും ആയിരിക്കൂല തോന്നുന്നു. അങ്ങനെ പറയാൻ പാടില്ല, നെസ്റ്റോക്കാരെന്നെ ശരിയാക്കും. ഈ വിലക്ക് ഓഫറാട്ടോ അത്. അതെ, 199 രൂപയ്ക്ക് ഇനി കമ്പനി വാച്ച് തരാം. അങ്ങനെ ഒരു വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ മോനെ വന്നില്ലേ, അപ്പം അവക്കും വാച്ച് വേണം. നിങ്ങൾ വാച്ച് സെലക്ട് ചെയ്യാട്ടോ. കുടുങ്ങി. ഞാൻ എന്ത് വാങ്ങിയാൽ അതും അവക്കും വേണം. ഇതെന്തൊരു കഷ്ടാ. ഇനി അധികം നേരം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും എന്തെങ്കിലും വാങ്ങി പോകുന്നതുകൊണ്ട് 1:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ വേഗം ഇത്രയും സാധനങ്ങൾ വാങ്ങിയേ. ഒരു ആവശ്യവും ഇല്ലാതെ കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിയത്. ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഈ വാച്ചാട്ടോ എൻ്റെത്, മറ്റേത് കുഞ്ഞു എടുത്തു. അങ്ങനെ നമ്മൾ ഈ സമയമായപ്പോൾ തന്നെ ഇവിടുന്ന് ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനി ഒരു 10 മിനിറ്റ് മെല്ലെ നടന്നിട്ട് നമുക്ക് ആ ഗ്രൗണ്ടിലെത്താട്ടോ. ഫ്ലവർ ഷോ നടക്കുന്ന ഗ്രൗണ്ടിൽ ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും നടക്കുന്നതാണേ. കണ്ടില്ലേ, 39ാമത്തെ ഫ്ലവർ ഷോയാണ് കേട്ടോ ഇത്. ഇതുകൂടാതെ നമുക്കിനി ഈ മാസം തന്നെയാണ് പൂപ്പൊലി തുടങ്ങുക കേട്ടോ. അത് വേറെ ഞങ്ങളിവിടെ എത്തിയപ്പോഴും ടിക്കറ്റ് ഒന്നും കൊടുക്കാനായിട്ടില്ല. ഇവിടെ കുറച്ച് നല്ലോണം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആൾക്കാരാണ്. 2 മണിയാവാതെ അവർ ടിക്കറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ കൊടുക്കൂല. അങ്ങനെ 2 മണി കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. ഒരാൾക്ക് 80 രൂപയാണേ പൈസ. ഞാൻ 2 ടിക്കറ്റ്, എനിക്കും കുഞ്ഞുവിനുള്ളത്. പിന്നെ ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടേ ഇല്ല. അവൾ അവളുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. ഇനി നിങ്ങൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കേ കാണാൻ താല്പര്യം ഉണ്ടാവുള്ളേ. പൂക്കളുടെ ഒരു മായാ ലോകമായിരുന്നു കേട്ടോ അവിടെ. പല കളറിലുള്ള പൂക്കൾ. അയ്യോ എന്തൊരു ഭംഗിയാണ്. അതൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ അടുക്കി വെച്ച് ഓരോ ഡിസൈനല്ല കേട്ടോ ഉള്ളത്. നമ്മളിങ്ങനെ കാണുമ്പോൾ കുറച്ച് മേളിൽ നിന്നുള്ള വ്യൂ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവുമേ. ഇത് രസമില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഭയങ്കര രസമുണ്ട്. ഇത് അവിടെ എത്തിയിട്ട് തന്നെ കണ്ടാലേ ഇതിന്റെ കറക്റ്റ് ഭംഗി കിട്ടുള്ളൂ. ഈ ചെടികളൊക്കെ നിലത്തല്ല കേട്ടോ, ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചളിപിളി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പച്ച മാറ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. ചെടിപ്രാന്തുള്ളവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രാന്ത് മൂത്തു കേട്ടോ. എന്നെ പോലെ ഇതെല്ലാം വാരി കൊണ്ടുപോയാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആസ്വദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. വാങ്ങാനുള്ള കൗണ്ടർ വേറെ ഉണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇങ്ങനത്തെ 2 പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും. ഇത് മാത്രമേ അവിടെ പ്ലാസ്റ്റിക് ഉള്ളൂ. പൂക്കളില്ലേ, ഡാലിയയ്ക്കൊക്കെ ഇപ്പൊ വെള്ളം നനച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അവർക്കൊരു വെള്ളം കിട്ടാത്ത കുറച്ചു നേരം നിന്നതിന്റെ ഒരു വാട്ടം കാണിക്കുന്നുണ്ടേ പൂക്കളൊക്കെ.
ഇതിൽ കുറേയുള്ള ചെടികളൊക്കെ ചിലതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നതായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതായിരിക്കും. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ ചെടി കുറേ എണ്ണം വെക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടുക. അതാണ് ഈ ഫ്ലവർ ഷോയിൻ്റെ ഒക്കെ ഒരു ഗുണം. ഈ കൊട വെച്ചത് അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. നമ്മളിത് തുറക്കുമ്പോൾ തന്നെ കയറിയതുകൊണ്ടാണേ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെയൊക്കെ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആളുകളുടെ ബഹളമായിരിക്കും കേട്ടോ. അത് അത്രയും രസമുണ്ടേ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ചെടി ഞാൻ തീരെ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് കാണുകയാണേ ഇങ്ങനത്തെ ടൈപ്പിലുള്ളത്. ഒരുപാട് ഇങ്ങനെ വളർന്ന ചെടികളല്ല കേട്ടോ, അത് നിങ്ങൾ കണ്ടില്ലേ. എല്ലാം ചട്ടിയിൽ നിന്ന് ഒരിത്തിരി മാത്രം പൊന്തിയിട്ട് പൂവിട്ട് നിൽക്കുന്ന ചെടികളാണ്. എനിക്ക് തോന്നുന്നു ഇത് തല മാത്രം നുള്ളിയിട്ട് വേര് പിടിപ്പിച്ചിട്ട് അങ്ങനെ എന്തോ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തെടുത്തതാണെന്ന് തോന്നുന്നു. രാത്രി വന്നിട്ടുണ്ടെങ്കിൽ പൂക്കള ഭംഗി ഇത്ര കാണാൻ പറ്റിയില്ലെങ്കിലും ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാ ഇവിടെ വെള്ളത്തിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നേ. ഇതുപോലെയുള്ള ജമന്തി പൂക്കൾ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പല കളറില് പല വെറൈറ്റീസ് ഉള്ളതേ. എല്ലാ ചെടികളും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചട്ടിയിലാണ് വെച്ചിട്ട് കണ്ടതെന്ന്. ഇവിടെ വന്നപ്പോൾ ഈ ലില്ലി ചെടികൾ മാത്രം ചട്ടിയിൽ വെച്ചിട്ടല്ല കേട്ടോ, അത് മണ്ണിൽ വെച്ചിട്ടാണേ കാണുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഇതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഫ്ലവർ ഷോ നടക്കല്. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും. ചിലപ്പോൾ രാത്രിയാവുമ്പോൾ ഇതിലും ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ഏകദേശം ഫ്ലവർ ഷോയിൻ്റെ ഭാഗം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഈ റോസാ ചെടികൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് ആയപ്പോഴാണ് കാണുന്നത്. ഞങ്ങളിങ്ങനെ കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിലൊക്കെ ഇതുപോലെ ഫ്ലവർ ഷോ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് പോയി കാണും. അത് കഴിഞ്ഞിട്ട് ഞാനും മാമനൊക്കെ കൂടെ അവസാനമാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് പോകും. എന്താണെങ്കിൽ ഈ വെച്ച ചെടികളിലെ ഫ്ലവർ ഷോ പല നഴ്സറിക്കാർ തമ്മിൽ നടത്തുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ മടിയായിട്ട് അവർ ചെറിയ വില കുറച്ചൊക്കെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാമതും ഒന്ന് പോവാറുണ്ടേ. അങ്ങനെ പച്ചക്കറി തൈകളൊക്കെ നമുക്ക് കുറച്ച് വില കുറഞ്ഞിട്ടൊക്കെ കിട്ടും. ചില സമയം ചിലവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുമെന്നും പറയലുണ്ട്. ഇതൊക്കെ കച്ചവടത്തിനുള്ള ചെടികളാണ് കേട്ടോ. ഇവിടെ വീഡിയോയിൽ കൂടി കാണുന്നത് അല്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. പറ്റുമെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ട് കാണുക തന്നെയാട്ടോ ചെയ്യേണ്ടത്. നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ വാടി നിന്ന ഡാലിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഫ്ലവർ ഷോയിൻ്റെ ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ പെറ്റ് ഷോയിൻ്റെ ഭാഗത്തിലേക്കൊക്കെ കയറുകയാണേ.
ഇതിങ്ങനെ പക്ഷികളിങ്ങനെ നമ്മളെ തലേൻ്റെ മുകളിൽ കൂടി, ഇത് ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ, പക്ഷേ ഇതുപോലെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കോഴിക്കോടോ എവിടെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ പക്ഷികൾ നമ്മളെ അടുത്ത് കൂടിയൊക്കെ ഇങ്ങനെ പറക്കും. ഇവിടെ വന്നപ്പോൾ ഈ ആള് പാമ്പിനെയൊക്കെ എടുത്തിട്ട് ഇതുപോലെ പിടിക്കണമെങ്കിൽ 100 രൂപയാണേ. പിന്നെ ആ പുറകിലുള്ള 2 പക്ഷികളില്ലേ, അവരെയും ഇതുപോലെ എടുക്കണമെങ്കിൽ വേറെ ഒരു 100 രൂപ. സെപ്പറേറ്റ് ആണേ. ഇത് അവിടെ വന്നൊരു ചേട്ടൻ എടുത്തു. അപ്പം ഞങ്ങളോട് പറഞ്ഞു പേടിക്കണ്ട, ഇനി ഒന്ന് ആദ്യം തൊട്ട് നോക്കുക, അപ്പം നിങ്ങളുടെ പേടി പോകുന്നു. പക്ഷെ ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഇതാ ഇവിടെ ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. റോബോട്ടിക് ഷോയിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അന്ന് നമ്മളുടെ കോഴിക്കോട് ഉണ്ടായിരുന്ന റോബോട്ടിക് ഷോയിൻ്റെ അത്ര റോബോട്ടുകൾ ഇല്ല കേട്ടോ. ഈ നായ്ക്കുട്ടി ആ ഒരു ഇതും മാത്രമേ കണ്ടുള്ളൂ. ഇനി ചിലപ്പോൾ വരികയായിരിക്കും. നായ്ക്കുട്ടി മോളെ പേടിപ്പിക്കുക കേട്ടോ. അവിടെ വന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മോള് ശരിക്കും എന്തോ പേടിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോളുകളിലേക്ക് കിടക്കുകയാണേ. ഇവിടെയൊക്കെ വിത്തുകൾ, അങ്ങനെയുള്ള പൂച്ചെടീൻ്റെ കിഴങ്ങുകൾ, നല്ല ഇനം വിത്തുകളൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ കുഞ്ഞുവിൻ്റെ മനസ്സൊന്നും അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ മെനക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ എടുത്തിട്ടില്ലേ. ഇതിനെന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ഭയങ്കര എരിവുണ്ട് കേട്ടോ അത് കഴിക്കുമ്പോൾ. കുഞ്ഞു ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ബുക്ക് സ്റ്റോളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഈ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി മാത്രമാണ് കോഴിക്കോട് നിന്ന് വന്നത്. നിങ്ങൾക്കും ഇതുപോലെ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ കൽപ്പറ്റ വന്ന് ഇറങ്ങിയാൽ സുഖമായിട്ട് കണ്ടിട്ട് തിരിച്ചു പോവാം കേട്ടോ. ഒരു മണിക്കൂർ കണ്ടില്ലേ, നമ്മൾ 2 മണിക്കായിരുന്നു കയറിയത്. എന്നിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഫ്ലവർ ഷോകളൊക്കെ, ഇങ്ങനത്തെ ഷോകളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളേ. സമയം ഒന്ന് നോക്കിയാൽ മതി. ഒഴിവ് ദിവസങ്ങളിൽ ശനി ഞായറും 11 മണി മുതലുണ്ട്. വൈകുന്നേരം അല്ലാത്ത ദിവസങ്ങളിൽ 2 to 10 മണി വരെയാണേ. കുഞ്ഞു തലയിൽ കുത്താൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ ക്ലിപ്പുകളൊക്കെ വാങ്ങി അതൊക്കെ കൂടെ തലയിൽ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാട്ടോ. ഞങ്ങളൊരു ചായയാണ് കുടിച്ചത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ ഇതുപോലെ കളിക്കുന്ന ഏരിയ വേറെയും ഉണ്ട് കേട്ടോ. പുറത്തേക്ക് മൊത്തത്തിലൊരു ഫുൾ പാക്കേജ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. കുട്ടികളെ വരെ രസിപ്പിക്കും. കുറച്ച് പൈസയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. പൈസയൊക്കെ തീർത്തിട്ട് തിരിച്ചു പോവാം. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടി ഇവിടെ കഴിയുകയാണ്. 31 വരെ ഉണ്ട് കേട്ടോ, ഡിസംബർ 31 വരെ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ ഇത്രയും ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ നന്ദിയുണ്ട് കേട്ടോ. കുറച്ച് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട്